2025 നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഈ ഒരു വീഡിയോ മുഴുവൻ അങ്ങോട്ട് കാണുന്നതോടുകൂടി ആ സംശയം അങ്ങോട്ട് മാറും. 2025 ഏറെ അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടും. അതിന് ഒന്നാമത്തെ കാരണം അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യവും ആയുസ്സും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ അതിമനോഹരമായിട്ട് കേൾക്കാനും കാണാനും നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾക്കും ആയുസ്സും ആരോഗ്യമൊക്കെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. 2025 എന്നുള്ളത് നമ്മളൊക്കെ വിജയിച്ച ആളുകളാണ്. ഇനി നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടുനോക്കി. കോഴിക്കോട് ടൗണിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും കടത്തിണ്ണയിലൊക്കെ ആയിട്ട് തെരുവിൽ അന്തി ഉറങ്ങുന്ന നമ്മുടെ സഹോദരങ്ങളാണ്. ഇവർക്ക് ഈ ഡിസംബർ മാസത്തെ തണുപ്പിൽ നിന്നും ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേഹപ്പുതപ്പ് എന്നുള്ള പേരിൽ സൗജന്യമായിട്ട് പുതപ്പുകൾ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണ് ഞങ്ങളെന്ന് പറഞ്ഞാൽ തെരുവോരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയർ കേരളയുടെ പ്രവർത്തകരാണ്. വർഷങ്ങളായിട്ട് എല്ലാ ഡിസംബർ മാസത്തിലും തെരുവിലുള്ള ആളുകൾക്ക് ഇതുപോലെ സ്നേഹപ്പുതപ്പ് വിതരണം ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ കോഴിക്കോട് വന്നിട്ടുള്ളത്. 160ഓളം സ്നേഹപ്പുതപ്പുകളാണ് ഇന്ന് കോഴിക്കോട് ടൗണിൽ മാത്രമായിട്ട് ഞങ്ങൾ കൊടുത്തത്. ഇനി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ ഒരു പുതപ്പ് വിതരണം കഴിഞ്ഞ് ഞങ്ങൾ 11 പേരും സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി സ്വന്തം വീട്ടിലേക്കാണ് മടങ്ങുന്നത്. ഈ കണ്ടതുപോലെ ബസ് സ്റ്റാൻഡ് പരിസരത്തോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ കടത്തിണ്ണയിലോ റോഡ് സൈഡിലോ അല്ലാതെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടെങ്കിൽ പോയ വർഷത്തിൽ എങ്ങനെയാണ് നമ്മൾ ഭാഗ്യവാന്മാരല്ലാതെയാവുക? സർവശക്തന് സർവസ്തുതികളും. ഇന്നത്തെ ഈ ഒരു സ്നേഹപ്പുതപ്പ് വിതരണം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP സ്മിജിയാണ് ഉദ്ഘാടനം ചെയ്തത്. മലപ്പുറം ജില്ലയിലെ വട്ടപ്പൊന്തയിലുള്ള സ്നേഹാലയം അഭയമന്ദിരത്തിലെ അതിഥികൾക്ക് പുതപ്പുകൾ നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഇവിടെയും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾക്ക് ആർക്കും ഇതുപോലെ ഇതുവരെ ഒരു അഭയകേന്ദ്രത്തിലും അഭയം തേടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതും നമ്മൾക്ക് ഏറെ ഭാഗ്യമാണ്. എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ചയും ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഈ സംഘടനയുടെ ഈ വണ്ടി ഈ 10, 50, 100 പൊതി ഭക്ഷണം കൊണ്ടുവരുന്ന റോട്ടിൽ കൈ നീട്ടുന്ന എല്ലാവർക്കും ഭക്ഷണം. ഇതൊന്നും ചില്ലറ കാര്യമല്ല. തീർച്ചയായിട്ടും അനുപേട്ടൻ പറഞ്ഞതുപോലെ അതൊരു ചില്ലറ കാര്യമല്ല. കാരണം ഒരാളുടെ വിശപ്പ് അകറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. എല്ലാ ഞായറാഴ്ചകളിലും കോഴിക്കോട് വെച്ചിട്ട് തിരുവോരം കേരള അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് വരെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വന്നിട്ടില്ല എന്നുള്ളതിലും നമ്മൾ ഏറെ അനുഗ്രഹീതർ തന്നെയാണ്. തുടർന്നുള്ള വർഷങ്ങളിലും എല്ലാവർക്കും നന്മകൾ മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം സ്നേഹാലയം അഭയമന്ദിരത്തിന്റെയും തെരുവാരം ഡെസ്റ്റിറ്റ്യൂട്ട് കെയർ കേരളയുടെയും സകലം ചാനലിന്റെയും ഹാപ്പി ന്യൂ ഇയർ.